ഹായ് ഓൾ, ഏവർക്കും ലേണേഴ്സ് കോർണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ 4ാമത്തെ യൂണിറ്റിൽ നിന്നുള്ള ദ വൈ ഗേൾ എന്ന് പറയുന്ന സ്റ്റോറിയാണ്. അപ്പോൾ സ്റ്റോറി തുടങ്ങുന്നതിന് മുൻപായിട്ട് ഇവിടെ ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്, നമുക്കത് നോക്കാം. ഹിയർ ഇസ് എ സ്റ്റോറി ഓഫ് എ ക്യൂരിയസ് ആൻഡ് ബ്രൈറ്റ് ഗേൾ മൊയ്ന ഹു ലവ്സ് ടു ലേൺ ആൻഡ് എക്സ്പ്ലോർ. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന സ്റ്റോറി എന്ന് പറയുന്നത് വളരെ ക്യൂരിയസും ബ്രൈറ്റുമായിട്ടുള്ള ഗേളായ മൊയ്നീൻ്റെ സ്റ്റോറിയാണ്. ക്യൂരിയസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജിജ്ഞാസ അല്ലെങ്കിൽ അറിയാനുള്ള ആകാംക്ഷ എന്നുള്ളതാണ് മീനിങ് വരുന്നത്. ബ്രൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സമർത്ഥമായ, അല്ലേ? അപ്പം വളരെ സമർത്ഥയും അതേപോലെ തന്നെ ജിജ്ഞാസയുമുള്ള ഒരു ഗേളാണ് ആര്? മൊയ്ന എന്ന് പറയുന്നത്. ഹു ലവ്സ് ടു ലേൺ ആൻഡ് എക്സ്പ്ലോർ. അവൾക്ക് എന്താണ്? പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനും അതിനെക്കുറിച്ചുള്ള പര്യവേഷണങ്ങൾ നടത്താനും ഒക്കെ വളരെയധികം ഇഷ്ടമാണ്. ഷീ ഓൾവേസ് ആസ്ക്സ് ക്വസ്റ്റ്യൻസ് ആൻഡ് ലുക്സ് ഫോർ ന്യൂ ഐഡിയാസ്. അവളെപ്പോഴും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയും അതേപോലെ തന്നെ എന്താണ്, പുതിയ ഐഡിയാസ് അത് കണ്ടെത്താനും ഉള്ള ഒരു ഇൻട്രസ്റ്റ് കാണിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ലെറ്റ് us റീഡ് മോർ അബൌട്ട് ഹെർ. അവളെക്കുറിച്ച് നമുക്ക് കൂടുതൽ വായിക്കാം ഈ ഒരു സ്റ്റോറിയിലൂടെ. ഓക്കെ, ഇവിടെ സ്റ്റോറി തുടങ്ങുന്നത് തന്നെ ഒരു ക്വസ്റ്റ്യനോട് കൂടിയാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ, മൊയ്ന എന്ന് പറയുന്ന ആ ഒരു ഗേള് എപ്പോഴും ചോദ്യം ചോദിച്ചുകൊണ്ടേയിരിക്കും എന്ന്. അപ്പം ഒരു ചോദ്യത്തിലൂടെയാണ് ഈ ഒരു സ്റ്റോറി തുടങ്ങുന്നത്. ബട്ട് വൈ? പക്ഷേ എന്തുകൊണ്ട് എന്ന് കുട്ടി ചോദിക്കുകയാണ്. ആരാണ് ചോദിക്കുന്നത്? മൊയ്നയാണ് കേട്ടോ. ദ ക്വസ്റ്റ്യൻ കെയിം ഫ്രം എ സ്മോൾ ഗേൾ. ഈ ഒരു ചോദ്യം ചോദിച്ചിട്ടുള്ളത് ആരാണ്? ഒരു ചെറിയ പെൺകുട്ടിയാണ്. എബൌട്ട് 10 years ഓൾഡ്. ഏകദേശം 10 വയസ്സ് പ്രായം വരും ആ ഒരു കുട്ടിക്ക്. ഷി വാസ് ചേസിങ് എ ലാർജ് സ്നേക്ക്. അവൾ എന്താ ചെയ്യുന്നത്? ഷി വാസ് ചേസിങ് എ ലാർജ് സ്നേക്ക്. ഒരു വലിയ സ്നേക്കിനെ, ഒരു പാമ്പിനെ ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ പുറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഐ റാൻ ആഫ്റ്റർ ഹെർ, ഗ്രാബ്ഡ് ഹെർ പ്ലേറ്റ് ആൻഡ് ഹെൽഡ് ഹെർ ബാക്ക് ഷൗട്ടിങ്. അപ്പം ഇവിടെ ഐ എന്ന് പറയുന്നത് നെറേറ്ററാണ്, കഥ പറയുന്ന ആൾ. അവരെന്താ ചെയ്തിട്ടുള്ളത്? ഐ റാൻ ആഫ്റ്റർ ഹെർ, ഞാൻ അവളുടെ പുറകെ ഓടി. എന്നിട്ട് എന്താ ചെയ്തത്? ഗ്രാബ്ഡ് ഹെർ പ്ലേറ്റ്. പ്ലേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെയർ ആണ്. ഇവിടെ നമുക്ക് പിക്ചറിൽ കാണാൻ കഴിയും, താഴെയുള്ള പിക്ചറിൽ. ഗ്രാബ്ഡ് ഹെർ പ്ലേറ്റ് ആൻഡ് ഹെൽഡ് ഹെർ ബാക്ക് ഷൗട്ടിങ്. അപ്പം എന്താണ്? ഷൗട്ട് ചെയ്തുകൊണ്ട് അവളുടെ മുടിയുടെ അറ്റത്ത് പിടിച്ചിങ്ങനെ പിറകിലേക്ക് വലിച്ചു. എന്തുകൊണ്ടാണ്? പാമ്പിനെയാണ് ഈ ഒരു കുട്ടി ചേസ് ചെയ്യുന്നത്. അപ്പം അത് ചെയ്യരുതെന്ന് പറഞ്ഞുകൊണ്ട് ഈ പെൺകുട്ടിയുടെ കെട്ടിവെച്ചിരിക്കുന്ന ആ മുടിയുടെ ബാക്കിലായിട്ട് പിടിച്ച് പുറകിലേക്ക് വലിക്കുകയാണ്. ഇതാ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു പിക്ചറിൽ നമുക്ക് അത് കാണാനായിട്ട് കഴിയുന്നുണ്ട്. നോ മൊയ്ന, ഡോണ്ട്. അപ്പം മൊയ്നയോട് പറയാണ്, ചെയ്യരുത് മൊയ്ന എന്ന് പറയാണ്, ഈ പാമ്പിൻ്റെ പുറകെ ഓടരുതെന്ന് പറയാണ്. വൈ ഷുഡൻറ്റ് ഐ? ഷീ ആസ്റ്റ്. അപ്പം മൊയ്ന ചോദിക്കുകയാണ്, എന്തുകൊണ്ട് ചെയ്യരുത്, എന്തുകൊണ്ട് ഞാൻ ചെയ്തുകൂടാ, ഈ പാമ്പിനെ ഓടിച്ചുകൂടാ, പാമ്പിൻ്റെ പുറകെ ഓടിക്കൂടാന്ന് ചോദിക്കുകയാണ്. ഇറ്റ്സ് നോട്ട് എ ഗ്രാസ് സ്നേക്ക് ഓർ എ റാറ്റ് സ്നേക്ക്, ഇറ്റ്സ് എ കോബ്ര, ഐ റിപ്ലൈഡ്. അപ്പം നെറേറ്റർ പറയുകയാണ്, ഇതൊരു ഗ്രാസ് സ്നേക്ക്. ഗ്രാസ് സ്നേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പച്ചിലപ്പാമ്പ്. റാറ്റ് സ്നേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ചേരയാണ്. അപ്പം അവർ പറയുകയാണ്, ഇതൊരു പച്ചിലപ്പാമ്പോ അല്ലെങ്കിൽ ചേരയോ ഒന്നുമല്ല, ഇറ്റ്സ് എ കോബ്ര. കോബ്ര എന്ന് പറഞ്ഞാൽ എന്താണ്? മൂർഖനല്ലേ? നമുക്കറിയാം മൂർഖന് നല്ല വിഷം ഉണ്ടാവും. അപ്പം അത് എന്താണ്? പച്ചിലപ്പാമ്പോ അല്ലെങ്കിൽ ചേരയൊന്നുമല്ല, അതൊരു കോബ്രയാണ്, അതൊരു മൂർഖനാണ് എന്ന് അവർ റിപ്ലൈ ചെയ്തു. വൈ ഷുഡൻറ്റ് ഐ ക്യാച്ച് എ കോബ്ര? എന്തുകൊണ്ട് എനിക്കൊരു കോബ്രനെ ക്യാച്ച് ചെയ്തുകൂടാ, ഒരു മൂർഖൻ പാമ്പിനെ ക്യാച്ച് ചെയ്തുകൂടാ എന്ന് മൊയ്ന ചോദിക്കുകയാണ് കേട്ടോ. വൈ ഷുഡ് യു? എന്തിനാ നീ ആ കോബ്രേനെ പിടിക്കുന്നതെന്ന് നെറേറ്റർ ചോദിക്കുകയാണ്. ഐ വിൽ, ഞാൻ പിടിക്കും, ക്യാച്ച് ചെയ്യുന്നു, ഇങ്ങനെ മൊയ്ന പറയുകയാണ്. ഐ ഡ്രാഗ്ഡ് മൊയ്ന ബാക്ക് ടു ദ സമിതി ഓഫീസ് വെർ ഐ വർക്ക്ഡ്. അപ്പോൾ നമ്മളുടെ നെറേറ്റർ, അതായത് കഥ പറയുന്ന ആൾ വർക്ക് ചെയ്യുന്നത് എവിടെയാണ്? സമിതി ഓഫീസിലാണ്. അവിടേക്ക് മൊയ്നേനെ ഡ്രാഗ് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിച്ചഴിച്ച് കൊണ്ടുപോവുകയാണ്. അപ്പം മൊയ്നേനെ സമിതി ഓഫീസിലേക്ക് വലിച്ചഴിച്ച് നമ്മളെ നെറേറ്റർ കൊണ്ടുപോയി. ഹെർ മദർ കിറി വാസ് ദർ വേവിങ് എ ബാസ്ക്കറ്റ്. അപ്പോൾ മൊയ്നേൻ്റെ മദർ അവിടെ ഒരു ബാസ്ക്കറ്റ് നെയ്തുകൊണ്ടിരിക്കുകയാണ്. കിറി എന്നാണ് മൊയ്നേൻ്റെ മദറിൻ്റെ പേര്. എവിടെയാണ്? സമിതി ഓഫീസിലാണ് കേട്ടോ ഇരുന്ന് ബാസ്ക്കറ്റ് എന്ത് ചെയ്യുന്നത്? നെയ്തുകൊണ്ടിരിക്കുന്നത്. ദ സമിതി വാസ് എ പ്ലേസ് വെർ പീപ്പിൾ കുഡ് കം ടു ലേൺ റീഡിങ് ആൻഡ് റൈറ്റിംഗ് ആൻഡ് സിംപ്ലി ടു സിങ് ആൻഡ് ഡാൻസ് ടുഗെദർ.
അപ്പോൾ സമിതി എന്ന് പറയുന്ന ആ ഒരു സ്ഥലം എന്ന് പറയുന്നത് ആളുകൾ വന്നിട്ട് എഴുതാനും വായിക്കാനും ഒക്കെ പഠിക്കുന്ന ഒരു പ്ലേസാണ്. അത് മാത്രമല്ല അവിടെ ആളുകൾ ഒരുമിച്ചിരുന്നിട്ട് പാട്ട് പാടുക ഡാൻസ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു സ്ഥലമാണ്, ആളുകൾ ഒത്തുചേരുന്ന ഒരു സ്ഥലമാണ്. കം ഐ സെഡ് ടു മോയിന കം ആൻഡ് റെസ്റ്റ് ഫോർ എ ലിറ്റിൽ വൈൽ. അപ്പം നെറേറ്റർ മോയിനോട് പറയുകയാണ്, വരൂ വന്നിട്ട് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യൂ എന്ന് പറയുകയാണ്. വൈ? അപ്പം മോയിന ചോദിക്കുകയാണ്, എന്തിന്? ആറൻറ്റ് യു ടയേർഡ് ഐ ആസ്റ്റ്. അപ്പം നെറേറ്റർ ചോദിക്കുകയാണ്, നീ ടയേർഡ് ആയില്ലേ, ക്ഷീണിച്ചില്ലേ? മോയിന ഷൂക്ക് ഹെർ ഹെഡ് വിഗറസ്ലി എന്ന് പറഞ്ഞാൽ ഉത്സാഹത്തോടു കൂടി. അപ്പോൾ അവൾ എന്താണ്, ക്ഷീണിച്ചിട്ടില്ല എന്ന് തല ഇങ്ങനെ കുലുക്കിക്കൊണ്ട് പറയുകയാണ്. ഹൂ വിൽ ബ്രിങ് ദ ഗോഡ്സ് ഹോം, കളക്ട് ഫയർവുഡ്, ഫെച്ച് വാട്ടർ ആൻഡ് ലേ ട്രാപ്സ് ഫോർ ദ ബേർഡ്സ്. അപ്പം മോയിന ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്, ആരാണ് ആടുകളെയൊക്കെ വീട്ടിലേക്ക് കൊണ്ടുവരിക, ആരാണ് ഫയർവുഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കത്തിക്കാനുള്ള വിറകിനാണ് ഫയർവുഡ് എന്ന് പറയുക. അപ്പോൾ ആരാണ് കത്തിക്കാനുള്ള വിറകൊക്കെ കളക്ട് ചെയ്ത് കൊണ്ടുവരിക, അതുപോലെ ഫെച്ച് വാട്ടർ, ആരാണ് വീട്ടിലേക്ക് വെള്ളം കൊണ്ടുവരിക, ആൻഡ് ലേ ട്രാപ്സ് ഫോർ ദ ബേർഡ്സിനൊക്കെ ആരാണ് ട്രാപ്പ് വെക്കുക എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് മോയിന. കെയിം ദ ക്വസ്റ്റ്യൻസ് വൺ ആഫ്റ്റർ അനദർ. ഒന്നിനു പുറകെ ഒന്നായിട്ട് അവളിങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരുന്നു. മോയിന ടെൻഡഡ് ദ ഗോഡ്സ് ഓഫ് ദ ബാബൂസ് ദ വില്ലേജ് ലാൻഡ് ലോഡ്സ്. ടെൻഡഡ് മീൻസ് മേയ്ക്കുകയാണ്. അപ്പം എന്താണ്, വില്ലേജ് ലാൻഡ് ലോഡ്സ്, ആ ഗ്രാമത്തിലെ ഭൂവുടമസ്ഥർ. അപ്പം ആ വില്ലേജിലെ ലാൻഡ് ലോഡ്സിൻ്റെ ആടുകളെയൊക്കെ മേയ്ക്കാൻ അവൾ പോകാറുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ഉള്ള ചോദ്യങ്ങളൊക്കെ അവൾ ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായിട്ട് ചോദിച്ചു കൊണ്ടിരുന്നു എന്നാണ് പറയുന്നത്. ബാബു എന്ന് പറയുന്നത് അവരുടെ ലാൻഡ് ലോഡിൻ്റെ പേരാണ് കേട്ടോ. മോയിന ഡോണ്ട് ഫോർഗെറ്റ് ടു താങ്ക് ദ ബാബു ഫോർ ദ റൈസ് ഹീ സെൻഡസ് സെഡ് കിറി. അപ്പം മോയിനയുടെ അമ്മയായിട്ടുള്ള കിറി അവളോട് പറയുകയാണ്, എന്താ പറയുന്നത്, ഡോണ്ട് ഫോർഗെറ്റ് ടു താങ്ക് ദ ബാബു ഫോർ ദ റൈസ് ഹീ സെൻഡസ്. അപ്പം ബാബു, അതായത് അവരുടെ ലാൻഡ് ലോഡ് കൊടുത്തു വിട്ടിട്ടുള്ള അരി, അതിന് എന്താണ് താങ്ക്സ് പറയാൻ മറക്കരുത് എന്ന് പറയുകയാണ്. അപ്പോൾ എന്താണ്, ബാബു ഇവർക്ക് വേണ്ടിയിട്ട് കുറച്ച് റൈസ് കൊടുത്ത് വിട്ടിട്ടുണ്ടായിരുന്നു, അപ്പം അതിന് നന്ദി പറയാനായിട്ട് മറക്കരുത് എന്ന് മോയിനയോട് അവളുടെ അമ്മ പറഞ്ഞു. വൈ ഷുഡ് ഐ, മോയിന സെറ്റ്. അപ്പം മോയിന പറയാണ്, ഞാൻ എന്തിനു നന്ദി പറയണം? ഡോണ്ട് ഐ സ്വീപ് ദ കൗ ഷെഡ് ആൻഡ് ഡു 1,000 ജോബ്സ് ഫോർ ഹിം. അപ്പം ഞാൻ അവരുടെ കൗ ഷെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, തൊഴുത്ത് അല്ലേ, ഞാൻ അവരുടെ തൊഴുത്ത് വൃത്തിയാക്കുകയും അതേപോലെ എന്താണ്, ആൻഡ് ഡു 1,000 ജോബ്സ് ഫോർ ഹിം, അദ്ദേഹത്തിന് വേണ്ടി 1000 ജോലി ഞാൻ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഡസ് ഹി എവർ താങ്ക് മീ, അദ്ദേഹം എപ്പോഴെങ്കിലും എന്നോട് താങ്ക്സ് പറഞ്ഞിട്ടുണ്ടോ? വൈ ഷുഡ് ഐ, പിന്നെ ഞാൻ എന്തിന് അദ്ദേഹത്തോട് നന്ദി പറയണം? സെയിങ് ദിസ് മോയിന റാൻ ഓഫ്. ഇത് പറഞ്ഞുകൊണ്ട് മോയിന എന്ത് ചെയ്തു, ഓടിപ്പോയി. മോയിന ഹാഡ് എ നമ്പർ ഓഫ് അതർ ക്വസ്റ്റ്യൻസ്. മോയിനൻ്റെ അടുത്ത് വേറെയും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട് ചോദിക്കാനായിട്ട്. ഷീ പുട്ട് ദീസ് ക്വസ്റ്റ്യൻസ് ടു പീപ്പിൾ അറൗണ്ട് ഹർ. ഈ ചോദ്യങ്ങളൊക്കെ അവൾ ആരോടാണ് ചോദിക്കുന്നത്, അവൾക്ക് ചുറ്റുമുള്ള ആളുകളോടാണ്. വൈ ഡു ഐ ഹാവ് ടു വാക്ക് സോ ഫാർ ടു ദ റിവർ ടു ഫെച്ച് വാട്ടർ. ഫെച്ച് വാട്ടർ മീൻസ് വെച്ചാൽ, ഫെച്ച് മീൻസ് കൊണ്ടുവരിക, ഫെച്ച് വാട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം കൊണ്ടുവരിക. വൈ ഡു ഐ ഹാവ് ടു വാക്ക് സോ ഫാർ ടു ദ റിവർ ടു ഫെച്ച് വാട്ടർ. ഞാൻ എന്തിനാണ് ഇത്രയും ദൂരെയുള്ള ഒരു റിവർ, ഒരു അരുവീൻ്റെ അടുത്തേക്ക് നടന്നു പോയിട്ട് വെള്ളം കൊണ്ടുവരുന്നത്? ഇതൊക്കെ അവളുടെ ചോദ്യങ്ങളാണ് കേട്ടോ. വൈ ഡു വി ലീവ് ഇൻ എ ലീവ് ഹട്ട്. നമ്മൾ എന്തിനാണ് ഇലകൾ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഹട്ടിൽ അല്ലെങ്കിൽ ഒരു കുടിലിൽ താമസിക്കുന്നത് എന്നൊക്കെ അവളിങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, അവൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. അതാണ് ഇവിടെ നമ്മളിപ്പോൾ കാണുന്നത് കേട്ടോ. വൈ കാൻ വി ഈറ്റ് റൈസ് ട്വൈസ് എ ഡേ. എന്തുകൊണ്ടാണ് നമുക്ക് ഒരു ദിവസത്തിൽ 2 നേരം എന്താണ് ചോറ് കഴിക്കാൻ പറ്റാത്തത് എന്ന് മോയിന ചോദിക്കുകയാണ്. ഇത് മോയിനേൻ്റെ അടുത്ത ക്വസ്റ്റ്യനാണ്. നോ വണ്ടർ ദ പോസ്റ്റ് മാസ്റ്റർ കോൾഡ് ഹർ ദ വൈ ഗേൾ. അപ്പോൾ അവിടുത്തെ പോസ്റ്റ് മാസ്റ്റർ മോയിനേനെ എന്താ വിളിച്ചത്, വൈ ഗേൾ, എന്തുകൊണ്ട് എന്നുള്ള ചോദ്യം ഇങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്നത് കൊണ്ട് അവളെ വൈ ഗേൾ എന്നാണ് പോസ്റ്റ് മാസ്റ്റർ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ അതിശയം തോന്നേണ്ട കാര്യമില്ല, കാരണം എന്താണ്, മോയിന എപ്പോഴും ചോദ്യം ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്ന ആളാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് പോസ്റ്റ് മാസ്റ്റർ അവളെ എന്ത് വിളിച്ചത്, വൈ ഗേൾ എന്ന് വിളിച്ചത്. ഓക്കെ. വൺ ഡേ മോയിന കെയിം ടു ലീവ് വിത്ത് മീ ഇൻ മൈ ഹട്ട്. ഒരു ദിവസം മോയിന എൻ്റെ കൂടെ എൻ്റെ ഹട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, കുടിൽ, എൻ്റെ കുടിലിൽ താമസിക്കാനായിട്ട് വന്നു, അല്ല എൻ്റെ കൂടെ നിൽക്കാനായിട്ട് വന്നു. അവർ സമിതി ടീച്ചർ മാലതി സെഡ് ടു മീ
ഷീ വിൽ എക്സോസ്റ്റ് യു വിത്ത് ഹെർ വൈസ്. അപ്പം സമിതിയിലെ ടീച്ചറാണ് മാലതി എന്ന് പറയുന്നത്. അവർ നമ്മളുടെ നെറേറ്ററിനോട് പറഞ്ഞു ഷീ വിൽ എക്സോസ്റ്റ് യു വിത്ത് ഹെർ വൈസ്. അപ്പം മോയിന അവളുടെ ചോദ്യങ്ങൾ, അവളുടെ എന്തുകൊണ്ട് എന്നുള്ള ചോദ്യങ്ങൾ ചോദിച്ച് നിങ്ങളെ അല്ലെങ്കിൽ നെറേറ്ററിനെ എക്സോസ്റ്റഡ് ആക്കും, അല്ലെങ്കിൽ എന്താണ്, ക്ഷീണിപ്പിക്കും എന്ന് സമിതി ടീച്ചർ പറഞ്ഞു. ബട്ട് ഐ ഹാഡ് എ വണ്ടർഫുൾ ടൈം വിത്ത് മോയിന. പക്ഷേ എനിക്ക് അത് മോയിനയുടെ കൂടെയുള്ള നല്ല കുറച്ച് സമയമായിരുന്നു എന്ന് പറയുകയാണ്. വൺ നൈറ്റ് ഷീ ആസ്ക്ഡ് മീ വൈ ഡു യു റീഡ് ബുക്സ് ബിഫോർ യു ഗോ ടു സ്ലീപ്പ്. ഒരു ദിവസം രാത്രി മോയിന നെറേറ്ററിനോട് ചോദിച്ചു, വൈ ഡു യു റീഡ് ബുക്സ് ബിഫോർ യു ഗോ ടു സ്ലീപ്പ്. നിങ്ങൾ എന്തിനാണ് ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് പുസ്തകങ്ങൾ വായിക്കുന്നത്? ബിക്കോസ് ബുക്സ് ഹാവ് ദ ആൻസേഴ്സ് ടു യുവർ വൈസ്, ഐ റിപ്ലൈഡ്. അപ്പോൾ നെറേറ്റർ മറുപടി പറയാണ്, കാരണം പുസ്തകങ്ങൾക്ക് നിൻ്റെ ചോദ്യങ്ങൾക്ക്, നിൻ്റെ വൈ എന്തുകൊണ്ട് എന്നുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനായിട്ട് സാധിക്കും എന്ന്. ആൻഡ് ഫോർ വൺസ് മോയിന വാസ് സൈലൻറ്റ് ഫോർ എ മൊമെൻറ്റ്. അപ്പം അത് കേട്ട് മോയിന കുറച്ച് നിമിഷത്തേക്കൊന്ന് സൈലൻ്റ് ആയിട്ട് നിന്നു. ദെൻ ഷീ സെഡ്, അതിനുശേഷം അവൾ പറഞ്ഞു, ഐ വിൽ ലേൺ ടു റീഡ് ആൻഡ് ഫൈൻഡ് ദ ആൻസേഴ്സ് ടു മൈ ക്വസ്റ്റ്യൻസ്. ഞാൻ ലേൺ ടു റീഡ്, വായിക്കാനായിട്ട് പഠിക്കും, എന്നിട്ട് എൻ്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ കണ്ടെത്തും എന്ന് മോയിന പറഞ്ഞു. When Moina graced the gods, she told the other children all that she had learned from me. അപ്പോൾ മോയിന ആടിനെ മേയിച്ച് നടക്കുന്ന സമയത്ത് അവളുടെ കൂടെ ഉണ്ടായിരുന്ന ബാക്കി കുട്ടികളുണ്ടല്ലോ, അവരോട് നെറേറ്ററിൻ്റെ അടുത്ത് നിന്ന് പഠിച്ച കാര്യങ്ങളൊക്കെ അവൾ ഷെയർ ചെയ്തു. മെനി സ്റ്റാർസ് ആർ ബിഗർ ദാൻ ദ സൺ. ഒരുപാട് നക്ഷത്രങ്ങൾ സൂര്യനേക്കാൾ വലുതാണ്. ബട്ട് ദേ ആർ ഫാർ അവേ. പക്ഷെ എന്താണ്, അവ ഒരുപാട് ദൂരെയാണ്. സോ ദേ ലുക്ക് സ്മോൾ. അപ്പം ഭൂമിയിൽ നിന്ന് നമ്മൾ നക്ഷത്രങ്ങളെ കാണുന്നത് ഒരുപാട് ദൂരെയാണ്, പക്ഷേ കുഞ്ഞായിട്ടാണ് നമ്മൾ കാണുന്നത്. എങ്കിൽ കൂടിയും നമ്മൾ ഒരുപാട് ദൂരയിൽ നിന്ന് കാണുന്നത് കൊണ്ട് ആണ് അവയ്ക്ക് വലിപ്പം തോന്നാത്തത്. നക്ഷത്രങ്ങൾ ഒരുപാട് വലിപ്പം ഉണ്ടാവും, പക്ഷേ ദൂരെ നിന്ന് കാണുന്നതുകൊണ്ട് നമുക്ക് എന്താണ്, അതിന് ശരിക്കുള്ള വലിപ്പം നമുക്ക് തോന്നില്ല. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞത്. ചില നക്ഷത്രങ്ങൾ എന്താണ്, സൂര്യനേക്കാൾ വലിപ്പമുള്ളതാണ്, പക്ഷെ നമ്മൾ ഒരുപാട് ദൂരെ നിന്ന് കാണുന്നതുകൊണ്ട് നമുക്കത് കുഞ്ഞിതായിട്ട് ഫീൽ ചെയ്യുന്നതാണ്. ദ സൺ ഈസ് നിയറർ സോ ഇറ്റ് ലുക്സ് ബിഗർ. അപ്പോൾ നക്ഷത്രങ്ങളെക്കാളും അടുത്താണ് സൂര്യൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്താണ്, സോ ഇറ്റ് ലുക്സ് ബിഗർ. അതുകൊണ്ട് നമുക്ക് സൂര്യനെ കുറച്ച് വലുതായിട്ട് കാണാൻ സാധിക്കുന്നു. ദ ഫിഷ് ഡു നോട്ട് സ്പീക്ക് ലൈക്ക് അസ്. മീനുകൾ നമ്മളെപ്പോലെ സംസാരിക്കില്ല. ദേ ഹാവ് എ ഫിഷ് ലാംഗ്വേജ്. അവർക്ക് എന്താണ്, ഒരു ഫിഷ് ലാംഗ്വേജ് ഉണ്ട്, വിച്ച് ഇസ് സൈലൻറ്റ്. അതെന്താണ്, സൈലൻ്റ് ആയിട്ടുള്ളൊരു ലാംഗ്വേജാണ്, നമുക്ക് കേൾക്കാൻ കഴിയില്ല. ദ എർത്ത് ഈസ് റൗണ്ട്, ഡിഡ് യു നോ ദാറ്റ്. ഭൂമി ഉരുണ്ടതാണ്, നിങ്ങൾക്കത് അറിയാമായിരുന്നു എന്ന് ചോദിക്കുകയാണ്. ഐ റിട്ടേൺ ടു ദ വില്ലേജ് എ ഇയർ ലേറ്റർ. അപ്പോൾ നമ്മളുടെ നെറേറ്റർ അല്ലെങ്കിൽ കഥ പറയുന്ന ആൾ ഒരു വർഷത്തിന് ശേഷം ആ വില്ലേജിലേക്ക് തിരിച്ചെത്തി. വൺ ഈവനിങ് ഐ വിസിറ്റഡ് മോയിന അറ്റ് ഹെർ ഹോം. ഒരു ദിവസം വൈകുന്നേരം അവർ മോയിനയുടെ വീട് സന്ദർശിച്ചു, അല്ലെങ്കിൽ മോയിനേനെ കാണാനായിട്ട് പോയി അവളുടെ വീട്ടിൽ. ഷി വാസ് സിറ്റിംഗ് ഇൻ ദ കിച്ചൺ വിത്ത് ഹെർ ലിറ്റിൽ സിസ്റ്റർ ആൻഡ് എൽഡർ ബ്രദർ ആൻഡ് സ്പീക്കിംഗ് ടു ദം ലൈക്ക് എ ടീച്ചർ. അപ്പോൾ അവൾ അവിടെ എന്താ ചെയ്തുകൊണ്ടിരുന്നത്, അവൾ അവരുടെ കിച്ചണിൽ ഇരിക്കുകയാണ്. ആരുടെ കൂടെയാണ്, വിത്ത് ഹെർ ലിറ്റിൽ സിസ്റ്റർ ആൻഡ് എൽഡർ ബ്രദർ. അവളുടെ ഇളയ സഹോദരിയും അതേപോലെ മൂത്ത ചേട്ടൻ്റെയും കൂടെ കിച്ചണിൽ ഇരിക്കുകയാണ്. ആൻഡ് സ്പീക്കിംഗ് ടു ദം ലൈക്ക് എ ടീച്ചർ. എന്നിട്ട് അവരോട് സംസാരിക്കുന്നത് ഒരു ടീച്ചർ സംസാരിക്കുന്നത് പോലെയാണ്. യു കട്ട് വൺ ട്രീ ആൻഡ് പ്ലാന്റ് അനദർ ടു. അപ്പം മോയിന എന്താണ്, അവളുടെ സിസ്റ്ററിനോടും ബ്രദറിനോടും പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങൾ ഒരു മരം മുറിക്കുമ്പോൾ 2 മരം അല്ലെങ്കിൽ 2 തൈ നടണം എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. യു വാഷ് യുവർ ഹാൻഡ്സ് ബിഫോർ യു ഈറ്റ്. ഡു യു നോ വൈ. നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് നിങ്ങൾ നിങ്ങളുടെ കൈ നന്നായിട്ട് കഴുകണം. ഡു യു നോ വൈ. എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയാമോ. യു വിൽ ഗെറ്റ് എ സ്റ്റൊമക്ക് ഏക്ക് ഇഫ് യു ഡോണ്ട്. നിങ്ങൾ കൈ വൃത്തിയായിട്ട് കഴുകിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് സ്റ്റൊമക്ക് ഏക്ക്, വയറുവേദന വരുമെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. യു നോ നത്തിങ്. ഡു യു നോ വൈ. നിങ്ങൾക്കൊന്നും അറിയില്ല, നിങ്ങൾക്കറിയോ അതിൻ്റെ കാരണം എന്താണെന്ന്. ബിക്കോസ് യു ഡോണ്ട് അറ്റൻഡ് ക്ലാസ്സസ് അറ്റ് ദ സമിതി.
കാരണം നിങ്ങൾ സമിതിയിലുള്ള ക്ലാസ്സുകളൊന്നും തന്നെ അറ്റൻഡ് ചെയ്യാറേ ഇല്ല. ക്ലാസ്സുകളൊന്നും അവിടെ ചെന്ന് നിങ്ങൾ എന്ത് ചെയ്യാറില്ല, അറ്റൻഡ് ചെയ്യാറില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരു കാര്യങ്ങളും അറിയാത്തത് എന്ന് ആര് പറയാണ്, മോയിന അവളുടെ ബ്രദറിനോടും സിസ്റ്ററിനോടും പറഞ്ഞു കൊടുക്കുകയാണ്. മോയിന വാസ് ഗിവിങ് ആൻസേഴ്സ് ടു ഓൾ ഹെർ വൈസ്. മോയിനയ്ക്ക് അവളുടെ എന്തുകൊണ്ട് എന്നുള്ള ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കിട്ടി. കാരണം അവളെന്താണ്, ബുക്സ് വായിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, അതേപോലെ സമിതിൻ്റെ ക്ലാസ്സസൊക്കെ അറ്റൻഡ് ചെയ്യാനും തുടങ്ങിയിട്ടുണ്ട്. സോ അതുകൊണ്ടൊക്കെ തന്നെ അവൾക്ക് അവളുടെ ഓരോ ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടി തുടങ്ങി. ഓക്കെ. When a primary school was set up in the village, Moina was the first girl to be admitted. അപ്പോൾ അവരുടെ വില്ലേജിൽ ആദ്യമായിട്ടൊരു പ്രൈമറി സ്കൂള് സെറ്റപ്പ് ചെയ്തതിന് ശേഷം മോയിനയാണ് ആ ഒരു സ്കൂളിൽ ആദ്യമായിട്ട് അഡ്മിഷൻ എടുത്ത ഗേള്. മോയിന ഈസ് 18 നൗ. ഇപ്പം മോയിനയ്ക്ക് എത്ര വയസ്സായി? 18 വയസ്സായി. ഷീ ടീച്ചേഴ്സ് അറ്റ് ദ സമിതി. അവൾ സമിതിയിൽ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇഫ് യു പാസ് ബൈ യു ആർ ഷുവർ ടു ഹിയർ ഹർ ഇംപേഷ്യൻറ്റ് ഡിമാൻഡിങ് വോയിസ്. അതായത് നിങ്ങൾ സമിതിയുടെ അടുത്തൂടെ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവളുടെ ഇംപേഷ്യൻ്റ് ആയിട്ടുള്ള, അതായത് ക്ഷമയില്ലാത്തതും ഡിമാൻഡിങ് ആയിട്ടുമുള്ള ശബ്ദം കേൾക്കാനായിട്ട് സാധിക്കുന്നതാണ് പറയുന്നത്. ഡോണ്ട് ബി ലേസി, ആസ്ക് മീ ക്വസ്റ്റ്യൻസ്. അവൾ കുട്ടികളോട് പറയുകയാണ്, ഇങ്ങനെ മടി പിടിച്ചിരിക്കല്ലേ, എന്നോട് ചോദ്യങ്ങൾ ചോദിക്കൂ. ആസ്ക് മീ വൈ മൊസ്കിറ്റോസ് ഷുഡ് ബി ഡിസ്ട്രോയിഡ്. എന്നോട് ചോദിക്കുക എന്തുകൊണ്ടാണ് കൊതുകുകളെയൊക്കെ നശിപ്പിക്കണമെന്ന് പറയുന്നത്. വൈ ദ പോൾ സ്റ്റാർ ഈസ് ഓൾവേസ് ഇൻ ദ നോർത്തേൺ സ്കൈ. എന്തുകൊണ്ടാണ് പോൾ സ്റ്റാർ എന്ന് വെച്ചാൽ ധ്രുവ നക്ഷത്രങ്ങൾ നോർത്തേൺ സ്കൈയിൽ മാത്രം കാണപ്പെടുന്നത്. ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ എന്നോട് ചോദിക്കൂ. ഇങ്ങനെ മടി പിടിച്ചിരിക്കരുതെന്ന് കുട്ടികളോട് അവളിങ്ങനെ ഷൗട്ട് ചെയ്ത് പറയുന്നത് എന്താണ്, ആ സമിതിയുടെ അടുത്തുകൂടെ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കേൾക്കാനായിട്ട് പറ്റുന്നതാണ് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇവിടെ മോയിനേനെയും അതേപോലെ തന്നെ അവളുടെ സ്റ്റുഡൻസിനെയും കാണാനായിട്ട് ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. നമുക്കതിൽ കാണാൻ പറ്റും അല്ലേ. ആൻഡ് ദ അതർ ചിൽഡ്രൻ ടു ആർ ലേണിംഗ് ടു ആസ്ക് വൈ. അപ്പോൾ മോയിനേനെ പോലെ തന്നെ ബാക്കിയുള്ള കുട്ടികൾ, അവൾ പഠിപ്പിച്ച കുട്ടികളും എന്തുകൊണ്ടാണ് അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് പഠിച്ചു. മോയിന ഡസൻ നോ ഐ എം റൈറ്റിംഗ് ഹർ സ്റ്റോറി. മോയിനയ്ക്ക് അറിയില്ല ഞാൻ അവളുടെ സ്റ്റോറി എഴുതുന്ന കാര്യം. ഇഫ് ഷീ ഡിഡ് ഷീ ഹാഡ് ആസ്ക് റൈറ്റിംഗ് അബൌട്ട് മീ വൈ. അപ്പോൾ ഒരുപക്ഷെ ഞാൻ അവളെക്കുറിച്ച് എഴുതുന്നത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ എന്നോട് ചോദിക്കും റൈറ്റിംഗ് അബൌട്ട് മീ വൈ. അപ്പോൾ എന്നെക്കുറിച്ച് എഴുതുന്നോ, എന്തിനാണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എഴുതുന്നത്, അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമെന്ന് പറയുകയാണ് നറേറ്റർ. ഈ ഒരു സ്റ്റോറി എഴുതിയിട്ടുള്ളത് മഹാശ്വേത ദേവിയാണ്. എബൌട്ട് ദ ഓതർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. മഹാശ്വേത ദേവി വാസ് എ റിനൗണ്ട് ഇന്ത്യൻ റൈറ്റർ. അവരൊരു ഇന്ത്യൻ റൈറ്ററാണ്, ഒരു പേരുകേട്ട ഇന്ത്യൻ റൈറ്ററാണ്. ആൻഡ് ആക്ടിവിസ്റ്റ് ഹു ഫോട്ട് ഫോർ ദ റൈറ്റ്സ് ഓഫ് ദ ട്രൈബൽ പീപ്പിൾ. അപ്പോൾ ട്രൈബൽ പീപ്പിളിൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് പോരാടിയിട്ടുള്ള ഒരു ആക്ടിവിസ്റ്റ് കൂടിയാണ് ഇവർ. ഷി വാസ് ബോൺ ഇൻ ധാക്ക, ബംഗ്ലാദേശ്. ബംഗ്ലാദേശിലെ ധാക്കയിലാണ് അവർ ജനിച്ചത്. ഹർ നോട്ടബിൾ ലിറ്റററി വർക്ക്സ് ഇൻക്ലൂഡ് മദർ ഓഫ് 1084, റുദാലി ആൻഡ് ദ റൈറ്റ് ഓഫ് ദ ഫോറസ്റ്റ്. ഇതൊക്കെയാണ് അവരുടെ നോട്ടബിൾ ലിറ്റററി വർക്ക്സ് അല്ലെങ്കിൽ പ്രസിദ്ധമായ സാഹിത്യകൃതികൾ എന്ന് പറയുന്നത്. ഷി വാസ് ഓണേർഡ് വിത്ത് ദ ജ്ഞാനപീഠ്, ദ പത്മശ്രീ ആൻഡ് ദ പത്മവിഭൂഷൺ. അപ്പം അവർക്ക് എന്തൊക്കെ അവാർഡ്സ് കിട്ടിയിട്ടുണ്ട്? ദ ജ്ഞാനപീഠ്, ദ പത്മശ്രീ ആൻഡ് ദ പത്മവിഭൂഷൺ. അപ്പോൾ ഇത് ഓർത്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ലെസണിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും, അതേപോലെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക കേട്ടോ. സീ യു വിത്ത് അനദർ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.